ഒരു വലിയ ഉള്ളി, ഒരു ചെറിയ കോളിഫ്ലവറിൻ്റെ ഹാഫ് ഭാഗം, ഒരു വലിയ ക്യാപ്സിക്കം, 1/2 കപ്പ് ഗ്രീൻ പീസ്, 2 തക്കാളി, 2 ചെറിയ ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 5 വെളുത്തുള്ളി, 4 ഗ്രാമ്പു, പിന്നെ 200 ഗ്രാം പനീർ എന്നിവയാണ് ഞാൻ എടുത്തത്. കോളിഫ്ലവർ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇതിൽ വല്ല പുഴുക്കളുണ്ടെങ്കിൽ അത് ചത്തുപോയിക്കോളും. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്യാം. പനീർ ചെറിയ ചെറിയ ക്യൂബായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് വഴട്ടാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വഴറ്റാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് യെല്ലോ കളറാകുന്നത് വരെ വഴറ്റിയാൽ മതി. അധികം ഗോൾഡൻ കളറാകുമ്പോൾ പനീർ റബ്ബർ പോലെ തോന്നും. ഏകദേശം ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ആദ്യം ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നപ്പോൾ ഫ്ലെയിം കുറച്ച് വീണ്ടും ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ, പൊട്ടറ്റോ, ക്യാരറ്റ് എന്നിവ ഇട്ടിട്ട് ഒരു വിസിലും കൂടി വരുത്താം. ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കവും ഞാൻ വഴറ്റാണ് ചെയ്യുന്നത്. കുക്കറിൽ വിസിലടിപ്പിക്കുന്നില്ല. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വഴറ്റൽ പരിപാടി തുടങ്ങാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം ഇതിലേക്കിടാം. ഇനി ഗ്രാമ്പൂ ഇതിലേക്കിടാം. ജീരകം പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റുക. ഉള്ളി വഴഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച സ്മെല്ല് പോകുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഇനി ഫ്ലെയിം കുറച്ച് അടച്ചു വെച്ച് 3 മിനിറ്റ് വേവിക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് ഇളക്കി വെക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച പനീറും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് ഫ്ലെയിം കുറച്ച് അടച്ചു വെച്ച് വേവിക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ച തക്കാളി ചേർത്ത് വഴട്ടുന്നതിന് പകരം ആ തക്കാളിയും കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഉള്ളി വഴറ്റിയിട്ട് അത് ചേർത്താൽ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. ഇതിൽ ഗ്രേവി കുറവാണ്. മിക്സ് വെജിറ്റബിൾ നിങ്ങൾക്ക് ചപ്പാത്തിക്കൊപ്പമോ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പമോ ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.